ഹലോ. അഹാന കൃഷ്ണയും നാൻസി റാണി എന്ന സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് വിവാദങ്ങൾ ഈ അടുത്തിടെ നടക്കുകയുണ്ടായി. അതിനെ തുടർന്ന് അതിനൊരു പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അഹാന കൃഷ്ണ. അഹാന പറയുന്നത് ഇങ്ങനെയാണ്: ഇത്രയധികം ദിവസമായി ഞാൻ എന്തിനാണ് മൗനം പാലിച്ചത് എന്നതിനെക്കുറിച്ച് ആദ്യമായി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വളരെ യഥാർത്ഥമായ ഒരു കുറിപ്പിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കണോ അതോ മനസ്സിൽ തന്നെ സൂക്ഷിക്കണോ എന്ന് ചിന്തിക്കാൻ ഞാൻ വളരെയധികം ദിവസമെടുത്തു. അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിർഭാഗ്യവശാൽ 2023 അന്തരിച്ച സംവിധായകൻ മനു ജെയിംസിനെക്കുറിച്ചും എനിക്കെതിരെ ആരോപണങ്ങളുമായി രംഗത്ത് വന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ നൈനയെക്കുറിച്ചും സംസാരിക്കേണ്ടി വരും. നിർഭാഗ്യവശാൽ എനിക്ക് അവരെക്കുറിച്ച് സംസാരിക്കാൻ കിട്ടിയ കാര്യങ്ങൾ അത്ര സുഖകരമല്ല. അവരുമായി എൻ്റെ പ്രശ്നങ്ങൾ ഉള്ളിടത്തോളം കാലം അന്തരിച്ച ഒരാളെക്കുറിച്ച് പരസ്യമായി മോശമായി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. നൈനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവൾ പൊതുസമൂഹത്തിൽ ജീവിക്കാത്ത ഒരാളായതിനാൽ അവരുടെ പ്രവൃത്തികൾ സോഷ്യൽ മീഡിയയിൽ തുറന്നു കാട്ടാൻ ഞാൻ ആഗ്രഹിച്ചില്ല. കൂടാതെ സത്യം അതിൻ്റെ വഴി കണ്ടെത്തുമെന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു. അത് പറയപ്പെടുന്നുവെന്ന് നിങ്ങൾ എല്ലായ്പ്പോഴും ഉറപ്പാക്കേണ്ടതില്ല. പക്ഷേ നിർഭാഗ്യവശാൽ എനിക്കെതിരെ ഒരു കൂട്ടം നുണകളും തെറ്റായ ആരോപണങ്ങളും ഉന്നയിക്കാൻ അവൾ ഒരു പൊതു ഇടം തിരഞ്ഞെടുത്തു. എന്നെ പ്രൊഫഷണലല്ലാതെ അധാർമികത, അനുകമ്പയില്ലാത്ത ആളായി കാണിക്കാൻ ശ്രമിച്ചു. എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാരും എൻ്റെ കൂടെ ഈ സിനിമയിൽ പ്രവർത്തിച്ചതുമായ കുറേ പേർ എന്നോട് ഇതിൻ്റെ യഥാർത്ഥ കഥ പുറത്തു പറയണമെന്ന്, എൻ്റെ സൈഡ് ഓഫ് കഥ പുറത്തു പറയണമെന്ന് ആവശ്യപ്പെട്ടു. ഒരു വ്യക്തിക്ക് സൗകര്യപ്രദമായ ഒരു കൂട്ടം നുണകൾ ആവർത്തിച്ച് പറയാൻ ഞാൻ അനുവദിച്ചാൽ എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ മനസ്സിൽ ഈ അയാഥാർത്ഥ്യമായ ആ ഒരു ആഖ്യാനം വളരാൻ ഞാൻ അനുവദിക്കുകയാണെന്ന് എന്നെ കരുതുന്ന ഒരുപാട് ആളുകൾക്ക് തോന്നി. 2020 ഫെബ്രുവരിയിലാണ് നാൻസി റാണിയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചത്. തുടക്കം മുതൽ തന്നെ സംവിധാനത്തിലും നിർമ്മാണത്തിലും ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം നിർഭാഗ്യവശാൽ സംവിധായകന് ഉയർന്ന അനുഭവപരിചയമില്ലാത്തതിനാൽ 2 വകുപ്പുകളും സ്വന്തമായി കൈകാര്യം ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ഞാനും മറ്റ് സാങ്കേതിക വിദഗ്ധരും അടക്കം കുറേ പേർ മനുവിനോട് പരിചയസമ്പന്നനായ ഒരു അസോസിയേറ്റ് ഡയറക്ടറെയും പ്രൊഡക്ഷൻ കൺട്രോളറെയും നിയമിക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടും കാര്യങ്ങൾ കൂടുതൽ ആസൂത്രിതമായി നടക്കാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയെ നിയോഗിക്കാൻ മനു വിസമ്മതിച്ചു. എന്നിരുന്നാലും ഇത്തരം പ്രശ്നങ്ങൾക്കിടയിലും ഞാൻ ഇതുവരെ ചെയ്ത എല്ലാ ജോലികൾക്കും ചെയ്യുന്നത് പോലെ തന്നെ സ്നേഹത്തോടും പ്രതീക്ഷയോടും കൂടി പദ്ധതിയെ സമീപിക്കാൻ ഞാൻ ശ്രമിച്ചു. ഞാൻ പിന്തുടരാൻ തീരുമാനിച്ച എല്ലാ അവസരങ്ങളെയും ഞാൻ മാനിക്കുന്നു. 2020 ഒക്ടോബറിൽ പുറത്തിറങ്ങിയ ഈ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ സമയത്ത് എന്നിലുള്ള ആ പ്രതിബദ്ധത നിങ്ങൾക്ക് നന്നായി കാണാൻ കഴിയും. പോസ്റ്റർ റിലീസ് ചെയ്യാൻ 2 മുൻനിര താരങ്ങളോട് വ്യക്തിപരമായി അഭ്യർത്ഥിച്ചത് ഞാനാണ്. ഇന്ന് നിങ്ങളിൽ പലർക്കും ഈ പ്രോജക്റ്റിനെക്കുറിച്ച് അറിയാം. കാരണം ഈ പോസ്റ്റർ പുറത്തിറങ്ങിയപ്പോൾ ഞാൻ എത്ര നന്നായി പ്രൊമോട്ട് ചെയ്തു. അതുകൊണ്ട് പ്രശ്നങ്ങൾക്കിടയിലും മനുവിനൊപ്പം ചേർന്ന് ഒരു നല്ല പ്രൊജക്റ്റാക്കി മാറ്റാൻ ഞാൻ ശ്രമിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ കാലം കഴിയുന്തോറും മനുവിനൊപ്പം പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടായി. ചുരുക്കത്തിൽ ചില പ്രശ്നങ്ങൾ ഇവയൊക്കെയായിരുന്നു. ഒന്നാമതായി, മനു ഒന്നിലധികം ദിവസങ്ങളിൽ സെറ്റിൽ മദ്യപിച്ചു വരും. മനുവും അദ്ദേഹത്തിൻ്റെ ചില സുഹൃത്തുക്കളും ക്യാരവാനിൽ ഇരുന്ന് മദ്യപിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുമ്പോൾ ഞാനും സാങ്കേതിക വിദഗ്ധരും മറ്റ് അഭിനേതാക്കളും ഉൾപ്പെടെയുള്ളവർ ഒരു സെറ്റ് മുഴുവൻ അവരുടെ പാർട്ടി പൂർത്തിയാക്കി ഷൂട്ടിംഗ് ആരംഭിക്കുവാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു. ഞാൻ മറ്റ് ക്രൂ അംഗങ്ങൾക്കൊപ്പം സെറ്റിലിരിക്കുകയും ഷൂട്ട് ആരംഭിക്കാൻ ആവശ്യപ്പെട്ട് മനുവിന് സന്ദേശം അയക്കുകയും ചെയ്യുന്ന നിരവധി സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം വാട്സപ്പ് ചാറ്റ് പ്രൂഫ് എൻ്റെ പക്കലുണ്ട്. സെറ്റിൽ മദ്യപിച്ചിട്ടുണ്ടെന്ന് മനു സംബന്ധിച്ചതിൻ്റെ ചാറ്റ് പ്രൂഫും എൻ്റെ പക്കലുണ്ട്. രണ്ടാമത്തെ കാര്യം, 2020 ഫെബ്രുവരി മുതൽ 2021 ഡിസംബർ വരെ നിരവധി ദിവസങ്ങളിലായി ഞങ്ങൾ സിനിമ ഷൂട്ട് ചെയ്തു. അപ്പോഴും ചിത്രീകരണം പൂർത്തിയായിട്ടില്ല. സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കാൻ മനു എന്ന വ്യക്തിക്ക് ഉദ്ദേശമോ ഇല്ലെന്ന് തോന്നുന്നു. മുഴുവൻ പ്രക്രിയയും തികച്ചും അൺപ്രൊഫഷണലിസത്തോടെയാണ് കൈകാര്യം ചെയ്തത്. അതിൽ അവർ ഇഷ്ടമുള്ളപ്പോൾ ഷൂട്ട് ആരംഭിക്കുകയും നിർത്തുകയും ചെയ്യും. മറ്റ് എല്ലാ അഭിനേതാക്കളും സാങ്കേതിക വിദഗ്ധരും ഈ യുക്തിരഹിതമായ ഷെഡ്യൂളുകൾക്ക് അനുസരിച്ച് വന്നു പോകണം. സിനിമകൾ എല്ലായ്പ്പോഴും 6 AM മുതൽ 6 PM വരെ, അല്ലെങ്കിൽ 9 AM to 6 PM, അല്ലെങ്കിൽ 9 AM മുതൽ 9 PM വരെ, അല്ലെങ്കിൽ 2 PM മുതൽ 2 AM വരെയുള്ള ഷെഡ്യൂളുകളിൽ പ്രവർത്തിക്കുന്നു. എന്നിരുന്നാലും ഈ സെറ്റിൽ ഒരു ഷെഡ്യൂളായി ഒന്നും ഉണ്ടായിരുന്നില്ല. അത് അവർക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ തുടങ്ങുകയും അവർ ആഗ്രഹിക്കുന്നവരെ തുടരുകയും ചെയ്യും. മുഴുവൻ ചിത്രീകരണവും എല്ലായ്പ്പോഴും പൂർണ്ണമായും അരാജകമായിരുന്നു. കോസ്റ്റ്യൂമുകൾ എന്താണെന്ന് സംഭവിക്കുന്നത് പോലും വ്യക്തതയില്ലാത്ത അസിസ്റ്റന്റ് ഡയറക്ടർമാർ, സംവിധായകന്മാരുടെ ഇടയിൽ അനാവശ്യമായ പ്രചരണങ്ങൾ, ഒരു കൂട്ടം അഭിനേതാക്കളും സാങ്കേതിക വിദഗ്ധരും യാദൃശ്ചികമായി ഒരു ഐഡിയയും ഇല്ലാതെ വന്നിരുന്ന് കാത്തിരിക്കുന്നു. സംവിധായകൻ ആഗ്രഹിക്കുമ്പോഴെല്ലാം ഷൂട്ടിംഗ് ചെയ്യുന്നു. അതിനാൽ മുഴുവൻ ഷൂട്ട് പ്രക്രിയയും എങ്ങനെയായിരുന്നു എന്നതിൻ്റെ ഒരു പശ്ചാത്തലം മാത്രമാണിത്. എന്നിരുന്നാലും ഇവയൊന്നും ഞാൻ സിനിമയുടെ പ്രൊമോഷനിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള കാരണമല്ല. 2021 ഡിസംബറിലാണ് ഞാൻ ചിത്രത്തിന് വേണ്ടി അവസാനമായി ചിത്രീകരിച്ചത്. അടുത്തുള്ള ഷെഡ്യൂൾ എപ്പോഴാണെന്ന് എന്നെ അറിയിക്കൂ എന്നായിരുന്നു മനുവുമായുള്ള എൻ്റെ അവസാനത്തെ ശരിയായ സംഭാഷണം. അതേക്കുറിച്ച് അദ്ദേഹം ഒരിക്കലും പിന്നീട് എന്നോട് തിരിച്ച് ബന്ധപ്പെട്ടിട്ടില്ല. ഏകദേശം 1 മാസത്തിന് ശേഷം സിനിമയുടെ ഇൻസ്റ്റഗ്രാം പേജിൽ ഒരു സ്ത്രീ വേഷത്തിനായി ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനെ തിരിയുന്നു എന്നൊരു പോസ്റ്റ് ഞാൻ കാണുന്നു.
എൻ്റെ വേഷത്തിനാണോ എന്നൊരു സംശയം എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ മനുവിന് നൈനയ്ക്ക് മെസ്സേജ് അയച്ചു. എന്നിരുന്നാലും ഇരുവരും എൻ്റെ സന്ദേശം അവഗണിച്ചു. എനിക്കൊരു മറുപടിയും നൽകിയില്ല. മനുവും നൈനയും മുകളിൽ സൂചിപ്പിച്ച സംഭാഷണങ്ങളുടെയും വാട്സപ്പ് ചാറ്റും തെളിവും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളെ തിരഞ്ഞെടുക്കുന്ന പോസ്റ്റിൻ്റെ സ്ക്രീൻഷോട്ടും എൻ്റെ പക്കലുണ്ട്. പിന്നീട് എൻ്റെ വേഷത്തിന് അവർ മറ്റൊരാളുമായി ഡബ്ബ് ചെയ്യുന്നതായി ചില സ്രോതസ്സുകളിൽ നിന്നും കേട്ടു. ആദ്യം അത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം എൻ്റെ എല്ലാ സിനിമകൾക്കും ഞാൻ ഡബ്ബ് ചെയ്തിട്ടുണ്ട്. കാരണം സംവിധായകൻ എന്നെ ഡബ്ബ് ആക്കുകയും അതിൽ പ്രശ്നം കണ്ടെത്തുകയും പിന്നീട് മറ്റൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റിൻ്റെ അടുത്തേക്ക് പോവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ എനിക്കത് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഇത് തികച്ചും യാദൃശ്ചികമായിരുന്നു. ഷൂട്ടിംഗ് സമയത്തെ എൻ്റെ പ്രകടനത്തെ മനു എപ്പോഴും അഭിനന്ദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു നല്ല ജോലി ചെയ്യുമോ ഇല്ലയോ എന്നത് പ്രശ്നമല്ലെന്ന് എനിക്കറിയാമായിരുന്നു. അത് ഒരു ഈഗോ പ്രശ്നം മാത്രമായിരുന്നു. എന്നിരുന്നാലും ഞാൻ അതിൽ ഒരു പ്രശ്നവും ഉണ്ടാക്കിയില്ല. കാരണം മനുവിനൊപ്പം 2 വർഷം പ്രവർത്തിച്ചത് എന്നെപ്പോലെയുള്ള നല്ലതും പ്രൊഫഷണലിസവുമായ സിനിമകളിൽ മാത്രം പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾക്ക് തികച്ചും ആഘാതകരമായിരുന്നു. 2 മാസത്തിനു ശേഷം 2022 മാർച്ചിൽ മറ്റൊരാളുമായി ഡബ്ബ് ചെയ്യാനുള്ള മനുവിൻ്റെ ശ്രമം പരാജയപ്പെട്ടതിനെ തുടർന്ന് ചിത്രത്തിൻ്റെ ഡബ്ബ് ചെയ്യാൻ എന്നോട് ആവശ്യപ്പെട്ട് അദ്ദേഹം എന്നെ സമീപിച്ചു. അദ്ദേഹം എന്നെ കണ്ടതിന് ശേഷം ഞാൻ സിനിമയ്ക്ക് ഡബ്ബ് ചെയ്യാമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. എന്നോട് കൂടി ആലോചിക്കുക പോലും ചെയ്യാതെ മറ്റൊരാളുമായി അദ്ദേഹം ഡബ്ബ് ചെയ്യുന്നത് തികച്ചും പ്രൊഫഷണലിസമല്ലാത്ത കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ വ്യക്തിപരമായി ചർച്ച ചെയ്യുന്നു. എന്നാൽ എന്നെ കാണാൻ താൻ തയ്യാറില്ലെന്നും തൻ്റെ സിനിമയ്ക്കായി തനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമെന്നും അദ്ദേഹം പറഞ്ഞു. ഉയർന്നു വന്ന ആദ്യത്തെ പ്രധാന പ്രശ്നം ഇതായിരുന്നു. നൈന തൻ്റെ അഭിമുഖത്തിൽ പറഞ്ഞതിന് വിരുദ്ധമായി എൻ്റെ വേഷത്തിന് മറ്റൊരാളുമായി ഡബ്ബ് ചെയ്യാനുള്ള അവരുടെ തീരുമാനത്തെക്കുറിച്ച് മനു ഒരിക്കലും എന്നെ അറിയിച്ചിട്ടില്ല. അടുത്തിടെ സിനിമയിൽ പ്രവർത്തിച്ച ഒരാളിൽ നിന്ന് ഞാൻ കേട്ടതനുസരിച്ച് എൻ്റെ റോളിൻ്റെ ഡബ്ബിംഗ് വളരെ വിചിത്രമായി തോന്നുന്നു. കാരണം അവർ അത് വളരെ മോശവും അൺപ്രൊഫഷണലിസവുമായിട്ടാണ് ചെയ്തത്. തൽക്കാലമായി ഇത് എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് ഉറപ്പില്ല. എന്നാൽ കുറച്ച് ക്രൂ അംഗങ്ങളിൽ നിന്ന് അവർ ക്ലൈമാക്സിൻ്റെ ഭാഗങ്ങളും സിനിമയിലെ മറ്റ് ചില ഷോട്ടുകളും മറ്റാരെയോ എങ്കിലും ഞാനായി നടിച്ച് ചിത്രീകരിച്ചു എന്ന് ഞാൻ കേട്ടു. ഇതിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചതാണോ അല്ലയോ എന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷേ ഒരു ഘട്ടത്തിന് ശേഷം അവർ എന്നെ ഷൂട്ടിങ്ങിന് വിളിച്ചിട്ടില്ല. സിനിമയുടെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എൻ്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും അഭിനയിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാൽ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഈ സമയത്ത് സിനിമ എത്ര കുഴപ്പം പിടിച്ചാലും ഞാൻ എൻ്റെ ജോലി നന്നായി ചെയ്താലും മറ്റൊരാളെ കൊണ്ട് ഡബ്ബ് ചെയ്തും ഒരുപക്ഷെ മറ്റൊരാളെ വെച്ച് ഷൂട്ട് ചെയ്തും ഞാൻ ചെയ്ത ജോലി സ്പർശിക്കുകയും പൂർണ്ണം ദുരുപയോഗം ചെയ്യുകയും ചെയ്ത ഒരു ചെറിയ പരിഗണന കൂടാതെ ആകെ കുഴപ്പത്തിലാക്കുകയും ചെയ്തു. ഞാൻ ചെയ്യാൻ പ്രതിജ്ഞാബദ്ധമായ ജോലിയായിരുന്നില്ല അത്. എനിക്ക് ആത്മവിശ്വാസത്തോടെ വന്ന് സംസാരിക്കാൻ കഴിയുന്ന ഒരു സിനിമയായിരുന്നില്ല അത്. ഇതാണ് ഏറ്റവും മോശമായ കാര്യമെന്ന് ഞാൻ കരുതിയപ്പോൾ മാന്യമായ ഒരു സ്ത്രീയാണെന്ന് ഞാൻ കരുതിയിരുന്ന മിസ് നൈന മനു ജെയിംസ് വളരെ അസ്വസ്ഥതയോടെ മുന്നോട്ട് വന്നു. 2022 ഏപ്രിലിൽ നൈന എൻ്റെ അമ്മയെ വിളിച്ച് എനിക്ക് സിനിമയ്ക്ക് ഡബ്ബ് ചെയ്യേണ്ടതിനെക്കുറിച്ചും അതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ചും സംഭാഷണങ്ങൾ നടത്താൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് എന്നെ ഡബ്ബ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടോ, എന്തിനാണ് മറ്റാരെങ്കിലും വെച്ച് ഡബ്ബ് ചെയ്യാൻ അന്വേഷിച്ച് മുന്നോട്ട് പോയതെന്ന് അമ്മ അവരോട് ചോദിച്ചു. സംഭാഷണം തുടർന്നു. സൈറ്റിൽ ഞാൻ പ്രൊഫഷണലല്ല എന്നതിനെക്കുറിച്ച് നൈന സംസാരിക്കുന്നതായി തോന്നി. അതിന് എൻ്റെ അമ്മ തൽക്ഷണം പ്രതികരിച്ചു. ഞാൻ വളരെ പ്രൊഫഷണലായ ആളാണെന്നും എന്നോടൊപ്പം ജോലി ചെയ്തിട്ടുള്ള ആർക്കും ഇത് സമ്മതിക്കാമെന്നും പറഞ്ഞു. എണ്ണിയാൽ ഒടുങ്ങാത്ത ദിവസങ്ങളിൽ ഞാൻ വന്ന് ഷൂട്ട് ആരംഭിക്കാൻ സൈറ്റിലിരുന്നു. ഷൂട്ടിംഗ് ഇല്ലാതെ അവളുടെ ഭർത്താവ് സൈറ്റിൽ മദ്യപിക്കുന്ന തിരക്കിലായിരുന്നുവെന്ന് അമ്മ നൈനയെ ബോധിപ്പിച്ചു. എൻ്റെ ഭർത്താവ് മദ്യം മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. നിങ്ങളുടെ മകൾ മയക്കുമരുന്നിന് അടിമയായിരുന്നു എന്ന വെറുപ്പുളവാക്കുന്ന ഭയാനകവുമായ ഒരു പരാമർശത്തോടെയാണ് നൈന ഇതിനോട് പ്രതികരിച്ചത്. എത്ര യാദൃശ്ചികമായാണ് ഒരാളെക്കുറിച്ച് ഒരാൾക്ക് ഇത്രയും തെറ്റായ പരാമർശം നടത്താൻ കഴിയുന്നതെന്ന് അറപ്പുളവാക്കുന്നതുമായി എൻ്റെ അമ്മ അവരുടെ വാക്കുകൾ ശ്രദ്ധിക്കുകയും അതുവഴി കോൾ കട്ട് ചെയ്യുകയും ചെയ്തു. ഇത് അടിസ്ഥാനപരമായി നൈനയും എൻ്റെ അമ്മയും തമ്മിലുള്ള സംഭാഷണമായിരുന്നു. നൈനയുടെ സമീപകാലത്തെ അഭിമുഖത്തിൽ അവൾ തികച്ചും വ്യത്യസ്തമായ ഒരു പതിപ്പ് പറഞ്ഞു. കാരണം ആ കോളിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അവൾക്ക് പറയാൻ കഴിയില്ല. ഒരിക്കൽ ഈ സംഭാഷണവും നൈന പറഞ്ഞ കാര്യവും അറിഞ്ഞപ്പോൾ നൈനയിൽ നിന്ന് അത്തരത്തിലുള്ള ഒന്ന് കേട്ട് ഞെട്ടിയെങ്കിലും മനുവിനെ വിളിച്ച് ഭാര്യ എന്ത് വിഡ്ഢിത്തമാണ് പറയുന്നതെന്ന് ചോദിക്കാൻ ഞാൻ കൂട്ടാക്കിയില്ല. അതുവരെ അവർ ചെയ്ത കാര്യങ്ങൾക്ക് ശേഷം അവർ അത്തരം തലങ്ങളിലേക്ക് കുതിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷിക്കാമായിരുന്നു. ഞാൻ വളരെ വൃത്തിയുള്ള ആളാണെന്ന് എനിക്കറിയാം. ആളുകൾ എന്നെക്കുറിച്ച് ക്രമരഹിതമായ അത്തരം അസംബന്ധങ്ങൾ സംസാരിച്ചാൽ ഞാൻ വിഷമിക്കേണ്ടതില്ല. എന്തായാലും ഈ ദിവസത്തിനു ശേഷം ഞാൻ മനുവിൽ നിന്നോ നൈനയിൽ നിന്നോ ഒന്നും കേട്ടിട്ടില്ല. അവർ എന്താണ് സംസാരിക്കുന്നതെന്ന് മനസ്സിൽ കരുതണമെന്ന് അമ്മ നൈനയോട് വ്യക്തമാക്കിയതിനാൽ അത്തരം നുണകൾ പറഞ്ഞ് അവളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനുള്ള അടിസ്ഥാന ബോധം അവൾക്കുണ്ടാവുമെന്ന് ഞങ്ങൾക്ക് തോന്നി. അടുത്ത
8-9 മാസത്തേക്ക് എനിക്ക് രണ്ടുപേരുമായി യാതൊരു ബന്ധവുമില്ലായിരുന്നു. കൂടാതെ സിനിമയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. 2022 ഡിസംബറിൽ ഒരു പരിപാടിയിൽ വെച്ച് ഞാൻ മലയാളം സിനിമാ വ്യവസായത്തിലെ ഒരു നടിയെ കണ്ടുമുട്ടി. പിന്നീട് അവർ എൻ്റെ സുഹൃത്തായി മാറിയെങ്കിലും അന്നാണ് ഞാൻ അവളെ ആദ്യമായി കാണുന്നത്. കുറച്ച് സമയം ചെലവഴിക്കുകയും പരിപാടിയിൽ എന്നോട് ഇടപഴകുകയും ചെയ്ത ശേഷം അവർ എന്നോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് എന്നോട് പറഞ്ഞു. മനു ജെയിംസും നൈന മനു ജെയിംസിനെയും കുറിച്ച് അസിസ്റ്റൻറ്റ് ഡയറക്ടർമാരും ഒരു മാസം മുന്നേ തന്നെ മറ്റൊരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് കണ്ടിരുന്നുവെന്നും ആ കൂടിക്കാഴ്ചയ്ക്കിടയിൽ നാൻസി റാണിയുടെ സംഭാഷണം വന്നപ്പോൾ മനു അവളോട് പറഞ്ഞു, അഹാന വളരെ നല്ല നടിയായിരുന്നു, പക്ഷേ അവളുടെ പെരുമാറ്റം വളരെ മോശമായിരുന്നു, മയക്കുമരുന്നിലാണ് എന്നൊക്കെ പറഞ്ഞു. എന്നോട് ഇടപഴകിയ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അവർ എന്നെ അങ്ങനെ ഉള്ള ഒരാളല്ല എന്ന് അവർക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഈ ഭാര്യ ഭർത്താക്കന്മാർ എന്നെക്കുറിച്ച് ഭയങ്കരവും ന്യായീകരിക്കുന്നതുമായ പതി പരത്തുന്നുവെന്ന് എന്നെ അറിയിക്കണമെന്ന് തനിക്ക് തോന്നിയെന്നും അതിനാലാണ് ഇതെന്നോട് പറഞ്ഞതെന്ന് ആ നടി എന്നോട് പറഞ്ഞു. സെറ്റിൽ ഞാൻ എത്ര മാന്യയും പ്രൊഫഷണലുമായെന്ന് ഇരുവർക്കും അറിയാമായിരുന്നപ്പോൾ തന്നെ ഒരു തെളിവും കൂടാതെ ഇത്തരമൊരു അടിസ്ഥാനരഹിതമായ കാര്യം പ്രചരിപ്പിക്കാൻ അവർ രണ്ടുപേരും വില കുറഞ്ഞവരാണെന്നും വിഡ്ഢികളുമാണെന്നും അറിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞങ്ങളുടെ സെറ്റിൽ ജോലി ചെയ്തിരുന്ന ഒരാളുടെ അടുത്ത് ആരെങ്കിലും ചെന്ന് എന്നെക്കുറിച്ച് അന്വേഷിച്ചാൽ ഞാൻ ജോലിയിൽ എത്ര ഉത്സാഹമുള്ള ആളാണെന്നും ഞാൻ കാരണം ഒന്നും വൈകിട്ടില്ലെന്നും അവർ എന്നോട് ആവശ്യപ്പെടുമ്പോൾ ഞാൻ സെറ്റിൽ ഉണ്ടാകുമെന്നും മാത്രമേ ആരെങ്കിലും പറയൂ എന്ന് അവർക്കറിയാം. എന്നിട്ടും ഞാൻ ഒരു നടപടിയും എടുത്തില്ല. കാരണം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അവർ രണ്ടുപേരുമായി ഞാൻ അങ്ങനെ ചെയ്തു. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഞാൻ എല്ലായ്പ്പോഴും സത്യത്തിൽ ശക്തിയിൽ വിശ്വസിച്ചിരുന്നു. മാത്രമല്ല നായിക നടനെ മോശക്കാരായി ചിത്രീകരിച്ച് തങ്ങളുടെ പ്രൊഫഷണലിസവും അറിവില്ലായ്മയും മറയ്ക്കാൻ ആഗ്രഹിക്കുന്ന രണ്ട് വിചിത്രരുടെ ഒരു അസംബന്ധ തന്ത്രമായി ഞാൻ ഇത് കണക്കാക്കി. അതിനാൽ ഞാൻ അത് അനുവദിച്ചു. തുടർന്ന് 2023 ജനുവരിയിൽ എൻ്റെ പ്രിയ സുഹൃത്തും അഭ്യുദാകാംക്ഷിയുമായ മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കൺസൾട്ടൻ്റായ ശ്രീമതി സംഗീത ചന്ദ്രനിൽ നിന്ന് എനിക്ക് ഒരു കോൾ വന്നു. മനുവും നൈനയും അവരെ കണ്ട് സിനിമയുടെ മാർക്കറ്റിംഗ് ഏറ്റെടുക്കുന്നതിൻ്റെ സാധ്യതകൾ അറിയാനാണ്. കൊച്ചിയിൽ ഒരു കഫേയിൽ വെച്ചാണ് ഇരുവരും കണ്ടുമുട്ടിയത്. സംഭാഷണത്തിനിടയിൽ എവിടെയോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സിനിമ കുഴപ്പത്തിലായതെന്ന് വിശദീകരിക്കേണ്ടി വന്നപ്പോൾ മനുവും നൈന മനു ജെയിംസും ഒരേ മയക്കുമരുന്ന് കഥയെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുന്നു. സംഭാഷണത്തിൽ ഇരുവരും ഒരുപോലെ തന്നെ പങ്കുവഹിച്ചു. സംഗീത ചേച്ചി പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. തനിക്ക് അഹാനയെ അറിയാമെന്നും ഇത് അവർ എന്തെങ്കിലും ചെയ്യുമെന്ന് തോന്നുന്നില്ലെന്നും മീറ്റിങ്ങിന് കഴിഞ്ഞ ഉടനെ അവർ എന്നെ വിളിച്ച് കാര്യം അറിയിക്കുകയും ചെയ്തു. മനുവും നൈനയും തങ്ങളോട് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ആവശ്യമെങ്കിൽ നിയമപരമായ പശ്ചാത്തലത്തിൽ അവരുടെ അനുഭവം സാക്ഷ്യപ്പെടുത്താൻ നടിയും സംഗീത ചേച്ചിയും തയ്യാറാണ്. മനുവും നൈനയും പോയി എനിക്ക് അറിയാവുന്ന 2 പേരോട് ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞിട്ടുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായി. അവർ ഒന്നിലധികം ആളുകളോട് ഇത് പറഞ്ഞു നടക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇക്കാര്യം എൻ്റെ മാതാപിതാക്കളോട് പറയുകയും മനുവിനോട് സംസാരിക്കണമെന്നും അവൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിക്കണമെന്നും അവർ എന്നോട് പറഞ്ഞു. 2023 ജനുവരി 26 ഞാൻ മനുവിനുമായി സംസാരിച്ചു. ഇതിൻ്റെ മുഴുവൻ കോൾ റെക്കോർഡിങ്ങും എൻ്റെ പക്കലുണ്ട്. ഈ കോളിൽ അവർ പറഞ്ഞ ഈ നുണ അദ്ദേഹം സ്വീകരിച്ചു. നടിയെയും സംഗീതയെയും നേരിട്ട് വിളിച്ച് ഇത് കള്ളമാണെന്ന് പറയുമെന്നും അദ്ദേഹം എന്നോട് പറഞ്ഞു. തനിക്കെതിരെ അപകീർത്തിപ്പെടുത്തിയതിന് മനു ഭാര്യ നൈനയ്ക്കുമെതിരെ വക്കീൽ നോട്ടീസ് നൽകുമെന്നും ആ കോളിൽ ഞാൻ പറഞ്ഞിരുന്നു. ഈ കോളിനു ശേഷം അദ്ദേഹം എനിക്ക് അയച്ച ഒരു വാട്സപ്പ് വോയിസ് കുറിപ്പുമുണ്ട്. അതിൽ അദ്ദേഹം തെറ്റിന് ക്ഷമ ചോദിക്കുകയും അത് പരിഹരിക്കാൻ സമ്മതിക്കുകയും ചെയ്തു. ഈ വോയിസ് നോട്ടും എൻ്റെ പക്കലുണ്ട്. ഈ സംഭവം കഴിഞ്ഞ് ഏകദേശം 20 ദിവസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം നിർഭാഗ്യവശാൽ മരിച്ചത്. അടിസ്ഥാനപരമായി സംഭവിച്ചതെല്ലാം ഇതാണ്. ഞാൻ ചെയ്യാൻ കമ്മിറ്റ് ചെയ്ത സിനിമ മോശമായാൽ ഞാൻ ഇപ്പോഴും വന്ന് അത് പ്രൊമോട്ട് ചെയ്യും. കാരണം അത് ചെയ്യുന്നത് എൻ്റെ ഉത്തരവാദിത്തമാണ്. എന്നാൽ ഈ സാഹചര്യത്തിൽ ഇതിനെല്ലാം അപ്പുറമായിരുന്നു. സിനിമയിൽ ഞാൻ ചെയ്ത ജോലിയെ ചില അനിയന്ത്രിതമായി ഡബ്ബിംഗ് നടത്തി പരിഹസിച്ചിരിക്കുന്നു. തിരക്കഥ കേൾക്കുമ്പോൾ ഞാൻ ഒരിക്കലും സമ്മതിക്കാത്ത രംഗങ്ങളും ഷോട്ടുകളും ഞാൻ അറിയാതെയാണ് ചിത്രീകരിച്ചത്. സിനിമയുടെ ഒറിജിനൽ DOP അടുത്തിടെ എന്നോട് പറഞ്ഞു. സിനിമ കാണാനിടയെ അതിൽ നിരവധി ഷോട്ടുകൾ ഉണ്ടെന്നും അദ്ദേഹത്തിൻ്റെയും വെളിപ്പെടുത്തലുണ്ടായി. പ്രസ് മീറ്റിങ്ങിലും അഭിമുഖങ്ങളിലും നൈന പറഞ്ഞ ചില കാര്യങ്ങൾക്കുള്ള എൻ്റെ പ്രതികരണം ഇതാണ്. 1. അഹാനയും മനുവും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ അത്തരം പ്രശ്നങ്ങളൊന്നും എനിക്കറിയില്ല. എന്താണേലും 3 വർഷമായി. അതിനാൽ അഹാനയ്ക്ക് ക്ഷമിക്കാനും മറക്കാനും വരാനും പ്രൊമോഷനുകളിൽ പങ്കെടുക്കാനും കഴിയും. അതിനുള്ള എൻ്റെ പ്രതികരണം അത് ചില പ്രശ്നമല്ല. നിങ്ങൾ 2 പേർക്കുമെതിരെ കേസെടുക്കാൻ എനിക്ക് പ്രശ്നമുണ്ടാക്കിയ ഒരു ഉറച്ച പ്രശ്നമാണിത്. പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയില്ലെന്ന് താങ്കൾ പറഞ്ഞത് കള്ളമാണ്. പ്രാഥമിക പ്രശ്നങ്ങളിൽ നിങ്ങളും മനുവും ഒരുപോലെ ഇടപെട്ടതിനാൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ നന്നായി അറിയാമായിരുന്നു. ഈ പ്രശ്നങ്ങൾ നിങ്ങൾ എങ്ങനെ എളുപ്പത്തിൽ മറക്കുന്നതായി നടിക്കുന്നുവോ അതുപോലെ തന്നെ ഞാൻ എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് അറിയാവുന്നതിനാൽ എനിക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുകയില്ല. നിങ്ങളോ നിങ്ങളുടെ സഹോദരിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോ സമാനമായ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ നിങ്ങൾ അത്ര എളുപ്പത്തിൽ മറക്കുകയോ ക്ഷമിക്കുകയോ ചെയ്യില്ല. 2. ഞാൻ അടിസ്ഥാനമായി മാനുഷിക പരിഗണന കാണിക്കുന്നില്ലെന്ന് നൈന പറഞ്ഞു. എൻ്റെ പ്രതികരണം 2023 സെപ്റ്റംബറിൽ സിനിമയുടെ ഒരു ഗാനം റിലീസ് ചെയ്തപ്പോൾ ഞാനത് പ്രൊമോട്ട് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് ആളുകളിൽ നിന്ന് അഭിപ്രായങ്ങൾ വന്നപ്പോൾ ഞാൻ മൗനം പാലിച്ചത് മനുഷ്യത്വപരമായ ആശങ്കയുള്ളതിനാലാണ്.
ഇത് പ്രൊമോട്ട് ചെയ്യാത്തത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കുറച്ച് ആളുകൾ എന്നെ കുറ്റപ്പെടുത്തുമ്പോൾ എൻ്റെ കാരണങ്ങൾ തുറന്നു പറയാതെ ഞാൻ അവരെ അത് ചെയ്യാൻ അനുവദിച്ചു. മനുവും നീയും എനിക്കെതിരെ ചെയ്തതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കാത്തത് എൻ്റെ മനുഷ്യത്വപരമായ ഉത്കണ്ഠ കൊണ്ടാണ്. അതേ മാനസിക പരിഗണന കൊണ്ടാണ് നിങ്ങൾ എനിക്കെതിരെ ഈ ആരോപണങ്ങൾ പറഞ്ഞപ്പോൾ സിനിമയുടെ ആദ്യ പ്രസ് മീറ്റിങ്ങിന് ശേഷവും ഞാൻ എൻ്റെ കഥയെക്കുറിച്ച് പെട്ടെന്ന് പറയാതിരുന്നത്. ആവർത്തിച്ചു വരുന്ന വീഡിയോകളും വിവരണങ്ങളും കണ്ടപ്പോഴാണ് എനിക്കും ചുറ്റുമുള്ള പലർക്കും തോന്നിയത് ഇത്രയും നീണ്ട നുണക്കഥകൾ ആരൊക്കെയോ നിരത്തുമ്പോൾ പ്രതികരിക്കാതിരിക്കുന്നത് തെറ്റാണെന്ന്. അവസാനമായി മനു മരിച്ച ഏതാനും മാസങ്ങൾക്ക് ശേഷം യാദൃച്ഛികമായി നിങ്ങളെ കണ്ടുമുട്ടിയപ്പോൾ എന്നെക്കുറിച്ച് അത്തരം നുണകൾ പ്രചരിപ്പിക്കുന്നതിൽ നിങ്ങൾ പങ്കാളിയായിട്ടുണ്ടെന്നും ഞാൻ നിങ്ങളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുകയും നിങ്ങളോട് വളരെ മാന്യമായി സംസാരിച്ചു. അന്നും ഞങ്ങൾ ഈ മയക്കുമരുന്ന് കഥ മുഴുവൻ ചർച്ച ചെയ്തു. നിങ്ങൾക്ക് സ്വയം ന്യായീകരിക്കാൻ പോലും ഒന്നുമില്ലായിരുന്നു. നീ എൻ്റെ മുന്നിൽ മിണ്ടാതെ നിന്നു. എന്നിട്ടും എന്താണ് പ്രശ്നങ്ങളെന്ന് നിങ്ങൾക്കറിയില്ല എന്ന് നിങ്ങൾ ഇങ്ങനെ അഭിമുഖത്തിൽ വന്ന് പറയാൻ കഴിയും എന്ന് ഞാൻ ശരിക്കും അത്ഭുതപ്പെടുന്നു. മൂന്നാമതായി, ഒരുപാട് സമരങ്ങളിലൂടെയാണ് സിനിമ ചിത്രീകരിച്ചതെന്ന് എൻ്റെ പ്രതികരണം ഇതാണ്. ആയിരക്കണക്കിന് സിനിമാ നിർമ്മാതാക്കൾ നിർമ്മാതാവിനെ കണ്ടെത്താൻ പാടുപെടുന്നുണ്ട്. ഈ സിനിമയിലൂടെ പ്രാരംഭ ഷെഡ്യൂളുകളിൽ നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രശ്നവും പണവും സമയവും ദുരുപയോഗം ചെയ്യുന്നതാണ്. അത്തരം ദുരുപയോഗം ഒരുപക്ഷെ ഷൂട്ടിങ്ങിൻ്റെ പിന്നീടുള്ള ദിവസങ്ങളിൽ നിങ്ങളെ ബുദ്ധിമുട്ടുകളിലേക്ക് നയിച്ച ഒരു കാരണമായേക്കാം. നാലാമത്തേത്, അഭിമുഖങ്ങളിൽ നൈന പറഞ്ഞതിന് വിരുദ്ധമായി, ഒന്ന്, ഈ സിനിമയുടെ പ്രചരണത്തിനായി എന്നെ നിയമപരമായി ബന്ധിപ്പിക്കുന്ന ഒരു കരാറിലും ഒപ്പുവെച്ചിട്ടില്ല. അതെ, എനിക്ക് സിനിമയ്ക്ക് പണം ലഭിച്ചു. സമ്മതിച്ച ദിവസങ്ങൾക്കപ്പുറം ഷൂട്ടിങ്ങിന് പോകാൻ അവർ എന്നെ വിളിക്കുമ്പോഴെല്ലാം ഞാൻ ഷൂട്ടിങ്ങിന് പോയിട്ടുണ്ട്. എല്ലാ സിനിമകളിലും സംഭവിക്കുന്നത് പോലെ തന്നെ അവർ എന്നെ സിനിമയിലേക്ക് ഡബ്ബ് ചെയ്യാൻ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ സിനിമയ്ക്ക് ഡബ്ബ് ചെയ്യുമായിരുന്നു. ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ കരാറില്ലാതെ തന്നെ എനിക്കും സിനിമ പ്രൊമോട്ട് ചെയ്യാമായിരുന്നു. ഒരു പരിധിക്കപ്പുറം കാര്യങ്ങൾ കുഴപ്പത്തിലാക്കാൻ നിങ്ങൾ തീരുമാനിക്കുകയും പിന്നീട് ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന മട്ടിൽ നടിക്കുകയും മറ്റെല്ലാവരും അത് ചെയ്യണമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത് സാധ്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഒടുവിൽ ഭർത്താവിൻ്റെ സ്വപ്നം പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഭാര്യയുടെ ചിത്രം നൈന അവതരിപ്പിക്കുന്നത് കണ്ടു. ശരി, ഒരുപക്ഷെ 2 വർഷം മുമ്പ് എല്ലാ പ്രശ്നങ്ങളും വശത്തും ഉണ്ടായിരുന്നിട്ടും അവളുടെ ഉദ്ദേശം ഞാൻ ഇപ്പോഴും വിശ്വസിക്കാമായിരുന്നു. എന്നാൽ 2023 സെപ്റ്റംബർ 5 നൈനയുമായി ഞാൻ അവസാനമായി വാട്സപ്പ് വഴി സംഭാഷണം നടത്തിയതും നൈന എനിക്കൊരു സന്ദേശം അയച്ചു. മെസ്സേജിൻ്റെ ചില ഭാഗങ്ങൾ വായിച്ച് ഞാൻ ഞെട്ടിപ്പോയി. അന്നു മുതൽ ഞാൻ അവളുമായി ഒരു സംഭാഷണവും നടത്തിയിട്ടില്ല. ആ സന്ദേശത്തിൽ ഭർത്താവുമായുള്ള അത്ര സുഖകരമായ അല്ലാത്ത ബന്ധത്തെക്കുറിച്ചും ജീവിതത്തിൽ സമാധാനം ആവശ്യമുള്ളതിനാൽ അവൾക്ക് ഇഷ്ടമല്ലെങ്കിലും ചില കാര്യങ്ങൾ അവനോടൊപ്പം അങ്ങനെ നിൽക്കേണ്ടി വരുന്നതിനെക്കുറിച്ചും അവൾ ഒരുപാട് വശങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. ഈ സിനിമയുൾപ്പെടെ അവനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും അവർ പറഞ്ഞു. ആ സന്ദേശത്തിൽ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിരുന്നുവെങ്കിലും എനിക്ക് പറയാനുള്ളത് സാധൂകരിക്കാനായി ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ പൂർണ്ണമായി അവതരിപ്പിക്കാൻ എനിക്ക് സുഖമില്ല. എന്നിരുന്നാലും അവർ അയച്ച മെസ്സേജ് സന്ദേശത്തിൻ്റെ മുഴുവൻ തെളിവും എൻ്റെ പക്കലുണ്ട്. ഇരുവരും തമ്മിലുള്ള സമവാക്യം എന്തായിരുന്നു എന്നത് എൻ്റെ വിഷയമല്ല. എന്നാൽ ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞ ഒരാൾക്ക് പെട്ടെന്ന് വന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു ആഖ്യാനം പിടിക്കുന്നത് ഇരട്ടത്താപ്പാണ്. നിർഭാഗ്യവശാൽ സിനിമയെ പ്രോത്സാഹിപ്പിക്കാനുള്ള സഹതാപത്തിനുള്ള ഒരു ആസൂത്രിത PR തന്ത്രമായി തോന്നുന്നു. നിങ്ങൾക്ക് സിനിമ റിലീസ് ചെയ്യാനും അത് പ്രോത്സാഹിപ്പിക്കാനും താല്പര്യമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ആ പ്രക്രിയയിൽ നിങ്ങൾ എന്നെ അതിൽ നിന്ന് മാറ്റി നിർത്തണമായിരുന്നു. എന്നിരുന്നാലും നിർഭാഗ്യവശാൽ നിങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ട മാനുഷിക പരിഗണന നിങ്ങൾ മറന്നു. പകരം എന്നെ കുറ്റപ്പെടുത്തുകയും എന്നെ ഒരു മോശം വ്യക്തിയായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. സിനിമയിൽ ഉടനീളം ഞാൻ പ്രൊഫഷണലിസവും മാന്യവുമാണെന്ന് നിങ്ങൾക്ക് വ്യക്തിപരമായി അറിയാമായിരുന്നു. നിങ്ങൾ രണ്ടുപേരും എന്നോട് എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം. നിങ്ങൾക്ക് ഇതെല്ലാം അറിയാമായിരുന്നപ്പോൾ എൻ്റെ പേര് ദുരുപയോഗം ചെയ്യുകയും നിങ്ങളുടെ മാർക്കറ്റിംഗ് ടൂളായി എനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നത് അന്യായവും വേദനാജനകവുമാണ്. അതെ, എനിക്ക് പറയാനുള്ളത് ഇത്രമാത്രം. നൈനയും മനുവും എനിക്ക് ഇതൊക്കെ പറയേണ്ടി വന്നതിൽ ക്ഷമിക്കണം. എന്നാൽ നിങ്ങൾ എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ പോലും മനുവും നൈനയും ചെയ്ത എല്ലാ കാര്യങ്ങളിലും എനിക്ക് അവരോട് പകയില്ല. അവരുടെ നിലനിൽപ്പിന് വേണ്ടിയായിരിക്കാം അവരത് ചെയ്തതെന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു സിനിമയോ ഏതെങ്കിലും കലാസൃഷ്ടിയോ ഈ പ്രശ്നങ്ങളിനേക്കാളും വലുതാണ്. അതിനാൽ സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായി ചെയ്യട്ടെ എന്ന് മനുവിൻ്റെ സ്വപ്നം അതിൻ്റെ സ്ഥാനം കണ്ടെത്തിയതോടെ മനുവിൻ്റെ ആത്മാവിന് മോചനം ലഭിക്കട്ടെ എന്നും എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എപ്പോഴും സ്നേഹവും സമാധാനവും സത്യവും എന്ന് അഹാന കൃഷ്ണ.